ഗൈസ്, ആടുജീവിതം എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ്. സിനിമക്ക് പിന്നിലെ സിനിമ, കഥയ്ക്ക് പിന്നിലെ കഥ. അതാണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം 10ൽ 9 ചാൻസും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഓക്കെ, നജീബിൻ്റെ കഥയാണ് എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ആടുജീവിതം നമ്മൾ കാണുന്നത്. എന്നാൽ ആടുജീവിതം നജീബിൻ്റെ കഥയേ അല്ല. കഹാനി മേ വൻ ട്വിസ്റ്റ്. ഇത് നജീബിൻ്റെ കഥയല്ല. ഓക്കെ, ഇത് ബെന്യാമിൻ്റെ നജീബ് ആറാട്ടുപുഴക്കാരൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഇതിൽ. അപ്പോൾ പിന്നെ ആരുടെ കഥയാണ്? അത് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ആറാട്ടുപുഴക്കാരൻ്റെ കഥ തന്നെയാണ്, ആലപ്പുഴക്കാരൻ്റെ കഥ തന്നെയാണ്. പക്ഷേ നജീബിൻ്റെ കഥയല്ല. പിന്നെ ആരുടെ കഥയാണ്? അത് ഞാൻ പറയാം. അതായത് നമുക്കറിയാം, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേ കഥാപാത്രങ്ങൾ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹക്കീമിനെ കുറിച്ച്, ഫോർ എക്സാമ്പിൾ, ഹക്കീം ആരാണ്? ഹക്കീം എങ്ങോട്ട് പോയി? ഹക്കീമിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. ഹക്കീം കേരളത്തിലുണ്ടോ അതോ അവിടുത്തെ മരുഭൂമിയിൽ തന്നെയാണോ? ഹക്കീം എന്തുകൊണ്ട് ഞാനിവിടെ ഉണ്ടേ എന്ന് പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്രയും കാലമായിട്ട് എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഹക്കീം തന്നെ സാങ്കല്പിക സൃഷ്ടിയാണോ എന്നും എനിക്കറിയില്ല. ഐ ഞാൻ നോവൽ വായിച്ചിട്ടില്ല, സിനിമയാണ് കണ്ടത്. സിനിമ ഗംഭീരമാണ്. അതിനെക്കുറിച്ച് അരമണിക്കൂറുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തു. അത് നിങ്ങൾക്ക് തൊട്ട് പിന്നിൽ കാണാം. അതുപോലെ ഇബ്രാഹിം ഖാദിരി ആരാണ്? ഇബ്രാഹിം ഖാദിരി എങ്ങോട്ട് പോയി? അതേപോലെ ഇതിലൊരു ദുരൂഹത, ഒരു ട്വിസ്റ്റ് കുറേ ഇനി പുറത്ത് വരാനുണ്ട്. അതൊന്നും അറിയില്ല എനിക്ക്, ഞാൻ പറയുന്നില്ല. ഇബ്രാഹിം ഖാദിരിൻ്റെ ഫോട്ടോ എന്താണ് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വാണ്ടഡ് ബോർഡിൽ കാണിക്കുന്നത്? ഇബ്രാഹിം ഖാദിരി ആ ഒരു പെരിയോനെ എന്നുള്ള ഇതും വായിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി മരിച്ചോ ജീവിച്ചോ അതോ കംപ്ലീറ്റ് സാങ്കല്പിക സൃഷ്ടിയാണോ? നജീബ് ഒറ്റക്കായിരുന്നോ എന്നുള്ളതൊക്കെ. അതായത് നമുക്കറിയാം, നജീബിൻ്റെ റിയൽ ആടുജീവിതവും ബെന്യാമിൻ്റെ ആടുജീവിതവും പ്ലസിൻ്റെ ആടുജീവിതവും എല്ലാം ഡിഫറെൻ്റ് ആണ്. നോവലിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി എല്ലാം അതിൻ്റെതായ വെർഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ എഡീഷൻസും ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കഹാനിമേ വൺ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനി വെച്ച് നീട്ടുന്നില്ല. നമ്മളീ കാണുന്ന ആ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓഡിയോ ലോഞ്ചിൻ്റെ ടൈമിലാണ് അയാളുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നേരിട്ട് പുറത്ത് വരാൻ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ ഇന്ത്യയിലുള്ള മാത്രമല്ല, ലോകത്തിലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തൊട്ട് മാതൃഭൂമി, മനോരമ, കൗമുദി, സോഷ്യൽ മീഡിയ, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം, ടെക്സ്റ്റ് പ്ലാറ്റ്ഫോം, വീഡിയോ പ്ലാറ്റ്ഫോം, എല്ലാത്തിലും നജീബ് ദ റിയൽ ലൈഫ് ഹീറോ ഹൂ ഇൻസ്പയർഡ് ആടുജീവിതം, നജീബ് എന്ന ആറാട്ടുപുഴക്കാരൻ, നജീബിൻ്റെ കഥ, നജീബിൻ്റെ ഫാമിലി, നജീബിൻ്റെ ഭാര്യ, നജീബിൻ്റെ മക്കൾ. നമുക്കറിയാം, ഭാര്യൻ്റെ പേരൊന്നും റിയൽ അല്ലല്ലോ സിനിമയിൽ. സൈനു എന്നാണ് സിനിമയിൽ പിന്നെ ഭാര്യ അഥവാ കാമുകീൻ്റെ പേര്. അപ്പോൾ ഭാര്യേൻ്റെ പേര്, അപ്പോൾ അത് സഫിയ എന്നങ്ങനെയാണ് റിയൽ നെയിം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മക്കളുടെ പേര് സഫീർ, സഫീന എന്നൊക്കെ അങ്ങനെയാണ്. അത് മക്കളുടെ പേരൊന്നും അതിൽ വരുന്നില്ല. പക്ഷേ സൈനു എന്നല്ല പേര് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ നജീബിൻ്റെ പേര്, നജീബ് ദ റിയൽ ലൈഫ് ഹീറോ, നജീബ് എന്ന യഥാർത്ഥ കഥാപാത്രമാണ് ഈ സിനിമയ്ക്ക് പ്രേരകമായതെന്നും നജീബിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും നജീബാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നും നജീബ് 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 എവിടെ നോക്കിയാലും നജീബ്. എന്നാൽ അത് നജീബല്ല. എനിക്ക് വമ്പിച്ച ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഒരു ഡിസ്കവറി. ഇതിൽ തെറ്റായിട്ടൊന്നുമില്ല, പക്ഷേ ഇതൊരു കണ്ടെത്തലായിരുന്നു, ഒരു ഡിസ്കവറി ആയിരുന്നു. ബ്ലസ്സി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഇന്നലെ നടന്നു. 19 മണിക്കൂർ മുമ്പ്, ഏകദേശം ഇപ്പോൾ 20 മണിക്കൂറായിട്ടുണ്ടാവും. 20 മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ അപ്ലോഡായ ബ്ലസ്സി ആയിട്ട് നടന്നൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ രേഖാ മേനോൻ, മുമ്പ് TV-യിലൂടെ ഫേമസ് ആയ രേഖാ മേനോൻ ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. FTQ വിത്ത് രേഖാ മേനോൻ, FTQ വിത്ത് രേഖാ മേനോൻ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കാണാം. FTQ വിത്ത് രേഖാ മേനോൻ, FTQ വിത്ത് രേഖാ മേനോൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബ്ലസ്സിയും രേഖയായിട്ടുള്ള ഒരു 35 മിനിറ്റ് നീളമുള്ള 40,000 പേര് കണ്ട് ഇതിനോടകം. അതിൽ 3-ാമത്തെ മിനിറ്റിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ രേഖാ മേനോനോട് ബ്ലസ്സി പറയാണ്, ആറാട്ടുപുഴക്കാരനായ ആലപ്പുഴക്കാരനായ ഇന്നയാളുടെ കഥ എന്നും പറഞ്ഞ് മറ്റൊരു പേര്. അത് നജീബല്ല. അത് നമ്മളാരും ആടുജീവിതം വായിച്ചവരോ കണ്ടവരോ കേട്ടവരോ പറഞ്ഞവരോ ഒന്നും മലയാളികൾ അറിഞ്ഞിട്ടില്ല. എന്നാലറിയണ്ടേ? അറിയണം. അറിയിക്കണം. അതാണ് ഞാൻ ചെയ്യുന്നത്. അതായത് പണ്ട് ഷെർലക് ഹോംസിൻ്റെ ഒരു സംഭവം വായിച്ച ഓർമ്മയുണ്ട്. ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഡിറ്റക്റ്റീവ് നോവലിലുള്ള കഥാപാത്രമാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് കുറ്റാന്വേഷകനായ ഷെർലക് ഹോംസ്, അഗത ക്രിസ്റ്റി പോലെ ഷെർലക് ഹോംസ്. അപ്പോൾ ഷെർലക് ഹോംസ്, അഗത ക്രിസ്റ്റി വേറെ കേസ്, റൈറ്റർ പേര് തന്നെയാണ്. പക്ഷേ ഷെർലക് ഹോംസ് ഒരു കഥാപാത്രമാണ്, ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. ബിലാൽ എന്ന് പറയുന്ന പോലെ, ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന പോലെ ഒരു സാങ്കല്പിക സൃഷ്ടിയാണ് ഈ ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിൻ്റെ ഒരു അഡ്രസ്സ് അതിലെ എല്ലാ നോവലുകളിലും കാണാം. ഷെർലക് ഹോംസ് ഇൻ എ സ്ട്രീറ്റ് ലണ്ടൻ.
ആ ഷെർലക് ഹോംസിൻ്റെ അഡ്രസ്സിലേക്ക് ചാക്ക് കണക്കിന് കത്തുകൾ ഇന്നും ഈ അടുത്ത കാലത്ത് വരെ ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകർ. ഷെർലക് ഹോംസ് ഇന്ന സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് നജീബ് ആറാട്ടുപുഴ ആലപ്പുഴ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കത്തയച്ചു കഴിഞ്ഞാൽ അതവിടെ എത്തിച്ചേരുമായിരിക്കും. പക്ഷേ അയാളുടെ യഥാർത്ഥ പേര് നജീബ് എന്നല്ല. ഇനിയും വെച്ച് നീട്ടുന്നില്ല. 3-ാമത്തെ മിനിറ്റിൽ ഞാൻ പറഞ്ഞ FTQ വിത്ത് രേഖാ മേനോൻ, ഞാൻ പറഞ്ഞ തെറ്റല്ല, തെളിവാണ് ഞാൻ ഹാജരാക്കുന്നത്. ഞാൻ പറയുന്നതിലൊന്നും തെറ്റായിട്ടില്ല, പറയാനുള്ള കാര്യങ്ങൾ ഒരു രസമായിട്ട് പറയുന്നതേ ഉള്ളൂ. 3-ാമത്തെ മിനിറ്റിൽ ബ്ലസ്സി പറയാണ് ആറാട്ടുപുഴക്കാരൻ, അത് രേഖാമേനോൻ ഏറ്റു പറയാണ്, ആലപ്പുഴക്കാരൻ ആറാട്ടുപുഴക്കാരൻ ഷുക്കൂർ. യുറേക്ക, ഷുക്കൂറോ? ഷുക്കൂർ എന്നാണ് പേര്, നജീബല്ല. അയാളുടെ പേര് ഷുക്കൂർ എന്നാണ്. അയാൾ തന്നെ നജീബ് എന്ന്. ഇപ്പോൾ അയാൾ തന്നെ ഈ കഥാപാത്രം, ഒരു സാങ്കല്പിക കഥാപാത്രം ബെന്യാമിൻ കൊടുത്ത പേരാണ് നജീബ് മുഹമ്മദ്, ഷുക്കൂറിൻ്റെ അനുഭവങ്ങൾക്ക്. എന്നാൽ ഷുക്കൂർ നജീബായി, റിയൽ ലൈഫിൽ നജീബായി മാറുകയാണ് ഉണ്ടായത് ഇപ്പോൾ സത്യത്തിൽ. ഇത് ചർച്ച ചെയ്യപ്പെടും. ഷുക്കൂർ എന്നുള്ള പേര് ഇനി പുറത്തു വരും. പക്ഷെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും പത്രങ്ങളിൽ പോലും ദ റിയൽ ലൈഫ് മാൻ, യഥാർത്ഥ ജീവിതത്തിലെ നജീബ് എന്നാണ് പറയുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ നജീബ് അല്ല, ഷുക്കൂറാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ട് ഞാൻ അതിൽ താഴെ കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ കമൻസിൽ FTQ വിത്ത് രേഖാ മേനോനിൽ ഷുക്കൂർ എന്നാണ് പേര്, നജീബ് എന്നല്ലേ, ഷുവറാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യെസ് ഷുക്കൂർ എന്നാണ് പേരെന്ന് പറഞ്ഞ് മറുപടി വന്നിട്ടുണ്ട്. ഇനി അത് തെറ്റാണെങ്കിൽ ഞാൻ ഈ വീഡിയോ റിമൂവ് ചെയ്യും. പക്ഷേ ടെലിഗ്രാമിൽ വീഡിയോ, പിന്നെ മൊബൈൽ ഫോണിൽ പിന്നെ ആടുജീവിതം പിടിച്ചതും ടെലിഗ്രാമിൽ ലോഡ് ചെയ്തതും പോലുള്ള തെറ്റായ വിഷയങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തെറ്റായൊരു വിഷയമൊന്നുമല്ല ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം ബ്ലസ്സി തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ കഥ അത് ഷുക്കൂറാണെന്ന്. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അടി ലൈക്ക്, താഴെ ലൈക്ക് ബട്ടൺ അതാ, ഒന്ന് ഞെക്കിക്കോ ലൈക്ക്. വേണേൽ ഷെയറും ചെയ്തോ, കുറേ ഫ്രണ്ട്സിന് ആടുജീവിതം കണ്ടവരും കാണാത്തവരൊക്കെ വായിച്ചവരൊക്കെ ഒന്ന് വൈറലാക്കിത്താ. ഷുക്കൂറാണ് നമ്മൾ കാണുന്ന കഥാപാത്രത്തിൻ്റെ പേര്, ഷുക്കൂർ എന്നാണ്. നജീബിൻ്റെ ഫാമിലി, നജീബിൻ്റെ ഡോട്ടർ, നജീബിൻ്റെ സൺ എന്നൊക്കെ പറയുന്നത് നോവലിൽ മാത്രമേ ഉള്ളൂ. ഷുക്കൂറിൻ്റെ ഭാര്യ, ഷുക്കൂറിൻ്റെ മകൻ സഫീർ, ഷുക്കൂറിൻ്റെ മകൾ സഫീറ, ഷുക്കൂറിൻ്റെ ആടുജീവിതം, ഷുക്കൂർ അവിടെ പോയപ്പോൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ. ഒരുപക്ഷെ നോവൽ അത്രയും ആഴത്തിൽ ആ നജീബ് മുഹമ്മദ് എന്ന കഥാപാത്രം വായനക്കാരുടെ മനസ്സുകളിലേക്ക് ഒരുപാട് കോപ്പി, ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് കഴിഞ്ഞല്ലോ, 250 പതിപ്പുകൾ അറിഞ്ഞല്ലോ. അപ്പം വായനക്കാരുടെ മനസ്സുകളിലേക്ക് അത്രയും ആഴത്തിൽ നജീബ് മുഹമ്മദ് എന്ന പേര് ഇറങ്ങിപ്പോയതുകൊണ്ട്, ആഴത്തിൽ വേരിറങ്ങിപ്പോയതുകൊണ്ടായിരിക്കാം ഷുക്കൂർ എന്നുള്ള ഈ റിയൽ ലൈഫ് കഥാപാത്രത്തിന് ഒരു മിസ്മാച്ച്, ഒരു ചേരുംപടി ചേരായ്മ വരണ്ട എന്ന് കരുതി റിയൽ ലൈഫ് ഷുക്കൂറിനെയും നജീബിനെ ആക്കി മാറ്റിക്കളഞ്ഞത്. പിന്നെ ഷുക്കൂറിന് എന്തുകൊണ്ട് നജീബ് മുഹമ്മദാക്കി മാറ്റി ബെന്യാമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കലാകാരൻ്റെ, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. മൂപ്പർക്ക് എങ്ങനെ വേണമെങ്കിലും ആ പേര് മാറ്റാം. പിന്നെ കവിതാത്മകമായ ഒരു പേരായിട്ട് നജീബ് മുഹമ്മദ് എന്ന പേര് തോന്നിയിട്ടുണ്ടാകാം. നബീൽ എന്ന് പിന്നെ ആട്ടിക്കുട്ടിക്കൊക്കെ പേര് കൊടുക്കുന്ന പോലെ നജീബ് നബീൽ എന്നൊക്കെ. അതിപ്പോൾ സിനിമകളിൽ പിന്നെ മുൻപുണ്ടായ കാവ്യാത്മകമായ പേരുകളുണ്ടല്ലോ, അൻവർ, ബിലാൽ എന്ന് പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് ക്ലിക്കാവുമെന്ന് തോന്നുന്നുണ്ട്. നടന്മാർ തന്നെ പേര് മാറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പേര് മാറ്റിയായിരിക്കും, അതിൽ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ റിയൽ ലൈഫ് ആൾ ഷുക്കൂറാണ് എന്ന് പറയാതെ മറച്ചു വെച്ചതാണോ അതോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ പുറത്തുവിടാമെന്ന് കരുതി ബ്ലസ്സി ഇന്നലെ പുറത്തുവിട്ടതാണോ എന്നറിയില്ല. 20 മണിക്കൂർ മുമ്പാണ് ആ വീഡിയോ അപ്ലോഡ് ആയത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ആ വീഡിയോ ചെന്ന് കണ്ടോക്ക്. യൂട്യൂബ് സെർച്ച് ബാറിൽ FTQ എന്താണെന്നറിയില്ല, ഫാസ്റ്റ് എന്തെങ്കിലും ആയിരിക്കും, ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും, വിത്ത് രേഖാ മേനോൻ. 1.5 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനലാണത്. അതിൽ ആടുകൾ ഒന്നും പറയുന്നത് കേൾക്കാറില്ല എന്നങ്ങനെ പറഞ്ഞ ടൈറ്റിൽ കാണാം. ബ്ലസ്സിനെയും രേഖാ മേനോനെയും കാണാം. അത് ഓപ്പൺ ചെയ്ത് നോക്ക്. 3-ാമത്തെ മിനിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യം. ബ്ലസ്സി തന്നെ പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ കമൻ്റ് അടിച്ചോ താഴെ, നിങ്ങളിത് അറിയുമായിരുന്നോ, ഞെട്ടിയോ എന്നെപ്പോലെ? ഞാൻ ഞെട്ടി ധരിച്ചിരിക്കുക. കാരണം പത്രങ്ങളിലും മാധ്യമങ്ങളിലും അടക്കം ഒരു യഥാർത്ഥ വ്യക്തിൻ്റെ പേര് മറ്റൊരു സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ പേരായി മാറുക എന്ന് പറയുമ്പോൾ അതിലൊരു വൻ ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റ് റിവ്യൂവേഴ്സ്, യഥാർത്ഥ നജീബ്, ബ്ലസ്സി, പൃഥ്വിരാജ് എല്ലാവരും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോന് നല്ല റീച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പം ഇബ്രാഹിം ഖാദ്രിയായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എന്നാലും ഹക്കീം ഇബ്രാഹിം ഖാദ്രി പോലെയുള്ള മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സ് ഫിക്ഷണലാണോ, സെമി ഫിക്ഷണലാണോ, അതോ റിയൽ ആണോ എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ആടുജീവിതം ഒന്നും കൂടി കാണണം ഈ ഒരു ഇതൊക്കെ വെച്ച്. നിങ്ങളും കാണണം. ഗംഭീര പടമാണ്, ഹോളിവുഡ് ലെവൽ പടമാണ്, വേൾഡ് ക്ലാസ് പടമാണ്. 3 മണിക്കൂർ ഉണ്ടെങ്കിലും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഗംഭീരമായ മലയാള സിനിമയാണോ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാസ്റ്റർ പീസ് വർക്കാണ്. പൃഥ്വിരാജിന് ഫുൾ സല്യൂട്ട്, ആൻഡ് ഓൾസോ ടു ബ്ലസ്സി ആൻഡ് AR റഹ്മാൻ ആൻഡ് മേക്കപ്പ് ആൻഡ് camera and all the technicians who worked behind.
this wonderful movie. And don't miss this movie. Watch it in theaters with family. It's a little emotional and it's a little എന്താ പറയുക പിന്നെ ഒരു എന്താ കണ്ടിട്ട് തന്നെ നിങ്ങൾ അഭിപ്രായം പറയാം. ഞാനൊന്നും പറയുന്നില്ല. എന്തിനായാലും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഗംഭീരമായ മേക്കിങ്ങുള്ള ഒരു പടമാണ്. അപ്പോൾ ഷുക്കൂറിൻ്റെ പടം, ഷുക്കൂറിൻ്റെ യഥാർത്ഥ അനുഭവം, ഷുക്കൂറിൻ്റെ ആടുജീവിതം, ഷുക്കൂറിൻ്റെ കഥ, ഷുക്കൂറിൻ്റെ ആ ഒരു 2 വർഷം അവിടെ ഉണ്ടായ ത്യാഗം, ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഷുക്കൂറിനെ വേണ്ട വിധത്തിൽ ഹെൽപ്പ് ചെയ്യണം, സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ. പടം ഇപ്പം തന്നെ 10-50 കോടി ആവാറായല്ലോ. ഏറ്റവും വേഗത്തിൽ 50 കോടി നേടിയില്ലേ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് 50 കോടി നേടിയില്ല. ആ 2-3 ദിവസം മരുഭൂമി കിടന്ന ആ മനുഷ്യന്, ഓടിയ മനുഷ്യന് ഏതാനും ലക്ഷങ്ങളോ ഒരു 50 ലക്ഷമോ എങ്ങാനും കൊടുത്ത് അയാളുടെ ലൈഫ് സെറ്റിലാക്കണം. ഇത് ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഷുക്കൂർ ഭായ്, ഖുദാ ഹാഫിസ്.